ഇടതുപക്ഷത്തിലെ എംഎൽഎമാരുമായി ചർച്ച നടത്തിയതിനെ സംബന്ധിച്ച് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പി.വി. അൻവർ. ഇടതുപക്ഷത്തിലെ കുറച്ചുപേർ തന്നോടൊപ്പം ഉണ്ടെന്നും താൻ യു.ഡി.എഫിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവരും തന്നോടൊപ്പം ഉണ്ടാകുമെന്നും പി.വി. അൻവർ മുൻപേ പറയുന്നുണ്ട്. മാത്രമല്ല, ഇടതുപക്ഷത്തിൽ നിന്നും ഒരുപാട് പേർ അസ്വസ്ഥരാണ് എന്നും അദ്ദേഹം തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ അക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു സ്ഥിരീകരണം വരുത്തിയിരിക്കുകയാണ്, പുതിയ വെളിപ്പെടുത്തലുകളും വരുത്തിയിരിക്കുകയാണ്. 4 ദിവസങ്ങൾക്ക് മുൻപാണ് ഇടതുപക്ഷത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുമായും എംഎൽഎമാരുമായി താൻ കൂടിക്കാഴ്ച നടത്തിയതെന്ന് പി.വി. അൻവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാത്രമല്ല, അവരെല്ലാം തന്നെ ആശങ്കയിലാണ്. കാരണം പി.വി. അൻവറിന്റെ യു.ഡി.എഫിലേക്കുള്ള പ്രവേശനം അനിശ്ചിതത്വത്തിലാണ്. ഒരർത്ഥത്തിൽ തങ്ങൾ ഇടതുചേരിയിൽ നിന്നും വിട്ടുവരികയാണെങ്കിൽ ഇനി യു.ഡി.എഫിലേക്ക് പ്രവേശനം സാധ്യമായില്ല എങ്കിൽ തങ്ങൾക്കെല്ലാം തന്നെ പിന്നെ നിലനിൽപ്പില്ലാതായി മാറുമോ എന്നുള്ള ആശങ്കയിലാണ് അവരുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് വ്യക്തമായി അറിയാം. ഇടതുപക്ഷ നേതൃത്വത്തിന് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് തനിക്കെതിരെയുള്ള അറസ്റ്റുകളും കാര്യങ്ങളും ഉണ്ടായത്. താൻ 4 ദിവസങ്ങൾക്ക് മുൻപ് ചർച്ച നടത്തുന്നു, ആ ചർച്ച നടത്തിയ അതേ സമയത്ത് തന്നെയാണ് തനിക്കെതിരെയുള്ള അറസ്റ്റ് വരുന്നതെന്നും ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷം ഭയപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണെന്നും പി.വി. അൻവർ പറയുന്നുണ്ട്. ഇത് പറഞ്ഞു കൊടുത്തു. ഇതിലിപ്പോൾ ഞാൻ പ്രയാസപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറയുന്ന ആൻറ്റി CPM മൈൻഡുള്ള, ആൻറ്റി LDF മൈൻഡുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ എന്താ പറയുക, ആശങ്കയിലാണ്. എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത് PC ജോർജിൻ്റെ പാർട്ടീൻ്റെ കാര്യമാണ്. അപ്പം UDF കൂടി എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയാൽ ഞങ്ങൾ വഴിയാധാരാകുമോ? മനുഷ്യൻ്റെ സ്വയമായിട്ടുള്ള എന്താ പറയുക ഒരു എക്സിസ്റ്റൻസിനെ അത് ബാധിക്കുമോ എന്ന് തോന്നുന്ന ആളുകളാണ് പലരും ഭയപ്പെട്ടിട്ട് നിൽക്കുന്നത്. ഇപ്പം തന്നെ ഈ അറസ്റ്റ് എന്താ? ഈ അറസ്റ്റിൻ്റെ മാഷന് മനസ്സിലാത്തോണ്ടാ? ഞാൻ 4 ദിവസം മുമ്പാണ് CPM-ലെ ചില നേതാക്കന്മാർ, ചില MLA-മാർ, ചില മുൻ MLA-മാർ ഈ എന്താ പറയുക മുന്നേറ്റത്തോടൊപ്പം വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങളോട് പറയുന്നത്. അവിടെയാണ് അറസ്റ്റ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ തൂക്കി ഉള്ളിലാക്കി വേറെ കേസും കൂടി ചാമ്പിയിട്ട് അങ്ങോട്ട് എന്താ പറയുക സൈസാക്കാം എന്ന പി ശശിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും കണക്കൂട്ടൽ കൂടിയാണ് എന്ത് പറയുന്നത് ഈ അറസ്റ്റ്. ചോദിച്ച ചോദ്യം, അപ്പോൾ ഇവരൊക്കെ ഒരു ചെറിയ ആശങ്കയിലാണ്. ഞാൻ UDF-ൻ്റെ ഔദ്യോഗിക ഭാഗമാകുന്നതോടുകൂടി നിങ്ങൾ എഴുതി വെച്ച കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യേണ്ട ആരാണ്? UDF ലീഡർഷിപ്പാണ്. ഈ UDF-ന് ശക്തി പകരാൻ അപ്പുറത്തുനിന്ന് ആൾ വരണമല്ലോ. ആ അപ്പുറത്തുനിന്ന് വരാൻ നിൽക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരും അവരുടെ മനസ്സിൽ വലിയ ആശങ്കയാണ്. കാരണം കഴിഞ്ഞ 4-5 മാസമായിട്ട് ഇത്ര വലിയ വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ട് സംസാരിച്ചിട്ടും UDF നേതൃത്വത്തിൽ നിന്ന് അനുഭാവപൂർവമായ ഒരു UDF-ൻ്റെ പ്രവേശനത്തിനുള്ള വഴി തുറക്കാതെ കാണുമ്പം വന്ന ആളുകൾ തന്നെ എന്താ പറയുക ചെറുതായിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് ഇതിലെ വിഷയം. പി.വി. അൻവറിന്റെ വാക്കുകളിൽ അദ്ദേഹം ഒരു കാര്യത്തിൽ ഉറപ്പ് നൽകുന്നുണ്ട്. അദ്ദേഹം യു.ഡി.എഫിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തു നിന്നും കുറച്ചുപേർ തന്നോടൊപ്പം തീർച്ചയായും ഉണ്ടാകുമെന്ന്. യു.ഡി.എഫ് പ്രവേശനം എപ്പോഴാണോ ഉറപ്പുവരുത്തുന്നത് അപ്പോൾ മുതൽ ഇടതുപക്ഷത്തു നിന്ന് ഇപ്പോൾ അസംതൃപ്തിയിലുള്ള അതൃപ്തരായി നിൽക്കുന്ന ചിലർ തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെയും അലട്ടുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ യു.ഡി.എഫിനെ തന്നെ വിടാതെ പിടികൂടുകയാണ് അൻവർ എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, സാദിഖ് അലി തങ്ങളുമായും പി.കെ. കുഞ്ഞാലിക്കുട്ടിയെയും അദ്ദേഹം വീണ്ടും ചർച്ച നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. യു.ഡി.എഫ് പ്രവേശനം തന്നെയാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം ഇപ്പോൾ കൃത്യമായി പറയുന്നുമുണ്ട്. എന്നാൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കോൺഗ്രസും KC വേണുഗോപാലും എല്ലാം തന്നെ അൻവറിന്റെ പ്രവേശനത്തെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ചർച്ചയും നടന്നില്ല എന്ന് പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അതേസമയം തന്നെ ഹസന്റെ വാക്കുകൾ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തുതന്നെയാണെങ്കിലും തങ്ങളുടെ ഒരു മുന്നണി വിപുലീകരണത്തിന് ശ്രമിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അഥവാ യു.ഡി.എഫിനെ സംബന്ധിച്ച് ഒരു വിപുലീകരണത്തിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷമായിരിക്കും ഉണ്ടാകുക എന്ന് ഹസൻ പോലും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് പി.വി. അൻവറിന് യു.ഡി.എഫിൽ ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. പി.വി. അൻവറിന് യു.ഡി.എഫിൽ സാധ്യത തെളിയുമ്പോൾ അത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി തന്നെയാണ്. ഇടതുപക്ഷത്തെ ഇപ്പോൾ അസ്വസ്ഥരായി നിൽക്കുന്ന ഒരുപാട് പേർ പി.വി. അൻവറിനൊപ്പം തന്നെ ചേരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത തന്നെയാണ് അൻവർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നതും ആ സാധ്യത തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷം ഭയക്കുന്നതും.